ലെവിനിലേക്ക് വരാം. ഇപ്പോൾ എം വി ജയരാജൻ നമുക്കൊപ്പം ഉണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി. ശ്രീ എം വി ജയരാജൻ, എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജീവൻ ബലി നൽകിയ രാജേഷിന്റെ മൃതദേഹത്തോടാണ് ഈ ആംബുലൻസിൽ ഫ്രീസർ ഇല്ല എന്നുള്ളത്, അത് ആംബുലൻസ് ഡ്രൈവർമാരാണ് കണ്ടെത്തിയത് എന്നുള്ളത്. ഇതിൽ ഏത് രീതിയിലാണ് താങ്കളുടെ പ്രതികരണം? രാജേഷ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് സ്വജീവൻ നഷ്ടപ്പെടാൻ ഇടവന്നത്. ഞാൻ അവിടെ പോയ സമയത്ത് ചെറുപുഴയിൽ പോയപ്പോൾ മീൻതുള്ളി ആ തുരുത്തിലുണ്ടായിരുന്നവരെ നേരിൽ കാണുകയുണ്ടായി. അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് ചെറുപുഴയിൽ എത്തിച്ചേർന്ന നീന്തൽ പരിശീലകനായ രാജേഷ് സ്വയം സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ തുടക്കം മുതൽ തന്നെ രാജേഷ് ഒഴുക്കിൽപ്പെട്ട് കാണാതായപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം സർക്കാർ സംവിധാനം ഫലപ്രദമായി നടത്തിയില്ല. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള രാജേഷ് ജീവൻ രക്ഷപ്പെടുത്തിയ ബെന്നിയുടെ കുടുംബത്തിൽപ്പെട്ടവർ എന്നോട് പറഞ്ഞതിനെ തുടർന്നാണ് ഫയർ കമാൻഡന്റിനെ ഞാൻ വിളിക്കുന്നത്. അന്നു മുതൽ തെരച്ചിൽ 3-ാം ദിവസമാണ് ആരംഭിച്ചത് എന്ന ന്യൂനത ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് നാട്ടുകാരായിരുന്നു തെരച്ചിലിന് വേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാനം നല്ല ബഹുമതി നൽകിക്കൊണ്ട് മൃതദേഹം അടക്കം ചെയ്യുന്നതിന് പകരം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്ന വഴിമധ്യേ ഫ്രീസർ പോലും ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ അതീവ ഗൗരവമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 3-4 ദിവസത്തിന് ശേഷം ഒരു മൃതദേഹം വെള്ളത്തിൽ കുടുങ്ങിയത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ മൃതദേഹം വല്ലാതെ അഴുകിയിട്ടുണ്ടാവും. അത് കൊണ്ടുവരുന്നതിന് നിലവിലുള്ള പ്രോട്ടോകോൾ പ്രകാരം തന്നെ വലിയ വ്യവസ്ഥകളുണ്ട്. അത് ചെയ്യാതെ ഫ്രീസർ ഇല്ലാതെ കൊണ്ടുവന്നത് എന്നത് കുറ്റകരമായ അനാസ്ഥയാണ്. ഏതായാലും രാജേഷ് ഈ നാടിന്റെ പ്രിയങ്കരനാണ്. അദ്ദേഹം രക്ഷാപ്രവർത്തനം സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ മീൻതുള്ളി തുരുത്തിയിൽ നിന്ന് ചെറുപുഴയിലേക്ക് വരാനുള്ള ഏക ആശ്രയമായ കമ്പിപ്പാലം തകർന്നു വീണിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനം അവിടെയുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചതാണ്. അത്തരത്തിൽ വേണം രാജേഷ്, 36 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇതിനു മുമ്പ് 2018 മുതൽ വയനാട് മുണ്ടക്കൈ ദുരന്തം വരെയുള്ള വിവിധ ദുരന്ത ഭൂമികളിൽ നിർദ്ദേശമൊന്നും ആരിൽ നിന്നും കിട്ടാതെ സ്വയം സന്നദ്ധനായി സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ചെറുപ്പക്കാരനെ നാം വിലയിരുത്തേണ്ടത്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തോടൊപ്പമാണ്. അവിടെ നീന്തൽ പരിശീലനത്തിൽ അദ്ദേഹം പരിശീലിപ്പിക്കുന്ന ആളുകളുടെ ദുഃഖത്തോടൊപ്പമാണ് കേരളമാകെയുള്ളത്. സർക്കാരിന്റെ വീഴ്ച തീർച്ചയായും വിമർശന വിധേയമാക്കേണ്ടതാണ്. ശരി. CPIM നേതാവ് എം വി ജയരാജനാണ് ഈ ഒരു സമയത്ത് പ്രതികരിച്ചത് നമ്മളോടൊപ്പം. കണ്ണൂർ